അസ്സലാമു എല്ലാവർക്കും നമസ്കാരം. ഞാൻ പായിച്ചിറ നവാസാണ്. എൻ്റെ കൂടെ നിങ്ങൾ കാണുന്ന ആള് കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന കൊല്ലം ജില്ലക്കാരനാണ്. അദ്ദേഹം ഹക്കീം പഴയന്നൂർ എന്ന് പറയുന്ന ചാരിറ്റി തട്ടിപ്പ് വീരനെതിരെ ഒരു പരാതി കൊടുക്കുന്നതിനാണ് DGP ഓഫീസിൽ എത്തിയിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് സംസ്ഥാന പോലീസ് മേധാവിയുടെ DGP ഓഫീസിന്റെ മുൻവശത്താണ്. അദ്ദേഹം നിങ്ങളോട് സംസാരിക്കും. കൃഷ്ണൻകുട്ടി ചേട്ടാ, കുറച്ച് സംസാരിക്കണം, കേൾക്കണം. നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ എൻ്റെ ഭാര്യയായിട്ട് കുറച്ച് പറയും. എൻ്റെ ഭാര്യയ്ക്ക് ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് പഴയന്നൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു അധികാരി ഹക്കീം എന്ന് പറയുന്ന ആള്, ഹക്കീം പഴയന്നൂർ. അപ്പൊ അദ്ദേഹം പിന്നെ ഭാര്യയ്ക്ക് സുഖമില്ലാതെ കിടന്നപ്പോൾ കുറെ പൈസയൊക്കെ നാട്ടുകാരിൽ നിന്നൊക്കെ പിരിച്ചു തരാമെന്നും പറഞ്ഞ് ഒരു ചാനലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് വീഡിയോ എടുക്കുകയും അത് വീഡിയോ മാർച്ച് 23-ാം തീയതി അത് ഇഷ്യൂ ചെയ്തു. മാർച്ച് 23-ാം തീയതി ഹക്കീം പഴയന്നൂർ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ആ ഹക്കീം പഴയന്നൂരിന്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ ഭാര്യയാണ് രാജി. അതിൽ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ, നിങ്ങളൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ട് ആ കമ്മിറ്റിയുടെ അക്കൗണ്ട് നമ്പർ നിങ്ങൾ കൊടുത്തിട്ട് ഹക്കീം പഴയന്നൂർ ആ അക്കൗണ്ട് നമ്പർ കൊടുക്കാതെ അദ്ദേഹത്തിന്റെ പഴയന്നൂർ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പരും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വകാര്യമായ ഗൂഗിൾ പേ, അദ്ദേഹത്തിന്റെ ബാങ്ക് അക്കൗണ്ടിലുള്ള സ്വകാര്യമായ ഗൂഗിൾ പേ നമ്പരും കൊടുത്തു. അദ്ദേഹം നിങ്ങളെ ചതിക്കുകയായിരുന്നു. നിങ്ങളോട് അദ്ദേഹം വീഡിയോ ചെയ്യാൻ സമയം പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമെന്നല്ലേ പറഞ്ഞത്? നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും അവിടെ കൂടിയ നിങ്ങളുടെ ബന്ധുക്കളോടും അധികാരികളോടും ഒക്കെ അദ്ദേഹം പറഞ്ഞത് നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ കൊടുക്കുമെന്നല്ലേ? പിന്നെ നിങ്ങൾ വിളിച്ചാൽ പിന്നെ ഫോൺ എടുക്കുമായിരുന്നോ? എടുക്കത്തില്ല. അപ്പൊ ഈ ഗണേഷ് കുമാറിന്റെ ഒരു ഫോട്ടോയൊക്കെ അതിൽ കൊടുത്തേക്കുന്നത് എന്തിനാണ്? ഞങ്ങൾ അറിയാതെ കൊടുത്താണ്. ഗണേഷ് കുമാറിന്റെ ഫോട്ടോയും കൊടുത്തിട്ടാണല്ലോ നിങ്ങളുടെ ഭാര്യയുടെ ദയനീയമായ അവസ്ഥ, കാലുവയ്യാത്തൊരവസ്ഥ കാണിച്ചിരിക്കുന്നത്. ഞങ്ങൾ അറിയാതെ കൊടുത്ത, ഞങ്ങൾക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. നിങ്ങളുടെ ഭാര്യ രാജി എന്ന് പറയുന്ന 44 വയസ്സുള്ള ആ സഹോദരിക്ക് എന്താണ് അസുഖം? ഷുഗർ വന്ന് 2 കാലിൽ ഓപ്പറേഷൻ നടത്തി ഒരു വിരലെടുത്ത് ഇപ്പൊ കിഡ്നിയിൽ ബാധിച്ച് കിഡ്നിക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ആ കിഡ്നി ചികിത്സ നടത്തുന്നതിനും അദ്ദേഹത്തിന് അവരുടെ അസുഖങ്ങൾക്ക് മാറുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഹക്കീമിനെ ബന്ധപ്പെടുന്നത്. ഈ ഹക്കീമിനെ നിങ്ങൾ ബന്ധപ്പെടുന്നത് നിങ്ങളുടെ ഒരു ബന്ധുവായ കുവൈറ്റിലുള്ള ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടാണോ? എന്റെ ഭാര്യയുടെ കുഞ്ഞമ്മയായിട്ട് ബന്ധപ്പെട്ട് അവരെ വിളിച്ച് ഇങ്ങനെ ഹക്കീമിനോട് പറഞ്ഞു, ഹക്കീം ഞങ്ങളെ വിളിക്കുന്നതും അങ്ങനെ ഹക്കീമായിട്ട് ഞങ്ങൾ ബന്ധപ്പെടുന്നതൊക്കെ. അന്നേരം ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കടന്നു കഴിഞ്ഞപ്പോൾ ഈ ഹക്കീം പഴയന്നൂർ എന്ന് പറയുന്നവൻ ചാരിറ്റിയിലെ ഏറ്റവും വലിയ കൊള്ളക്കാരനാണെന്നും കള്ളനാണെന്നും തെമ്മാടിയാണെന്നും നിങ്ങൾക്കറിയില്ലായിരുന്നോ? ഇല്ല, അങ്ങനെ അതിനെപ്പറ്റി ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു. അവൻ ഏറ്റവും വലിയ തെമ്മാടിയാണ്, ഏറ്റവും വലിയ ലോക ഫ്രോഡാണ് അവൻ. അവനെ നിങ്ങൾക്ക് ബന്ധപ്പെടുത്തിയ സ്ത്രീ നിങ്ങളോട് എന്താണ് പറഞ്ഞത്? അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സയുടെ ആവശ്യത്തിന് പൈസ കിട്ടും, പിന്നെ നമുക്ക് വീട് വയ്ക്കാൻ, വീടും കാര്യങ്ങളൊന്നും ഇല്ല, വീട് വയ്ക്കാൻ പറ്റും. ഓക്കെ. നിങ്ങളുടെ ഭാര്യ യഥാർത്ഥത്തിൽ രോഗിയാണ്. നിങ്ങളുടെ ഭാര്യയ്ക്ക് ചികിത്സാ സഹായത്തിന് അർഹതയുള്ള സ്ത്രീയാണ്. പക്ഷേ ഹക്കീം പഴയന്നൂർ നിങ്ങളുടെ ജോയിന്റ് അക്കൗണ്ട് നമ്പർ കൊടുക്കാതെ, പഞ്ചായത്ത് പ്രസിഡന്റുമായി ചേർന്നുള്ള ജോയിന്റ് അക്കൗണ്ട് നമ്പർ കൊടുക്കാതെ ഹക്കീം പഴയന്നൂരിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നമ്പരും ഗൂഗിൾ പേ, ഹക്കീം പഴയന്നൂരിന്റെ സ്വകാര്യ ഗൂഗിൾ പേ നമ്പരും കൊടുത്തു. നിങ്ങൾക്ക് വെറും 15,000 രൂപയാണ് നിങ്ങൾക്ക് തന്നത്, അല്ലേ? 15,000 രൂപ എങ്ങനെ കയ്യിലാണോ തന്നത്, അതേ നിങ്ങളുടെ അക്കൗണ്ടിൽ തന്നോ? എന്റെ ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ട് വഴിയാണ് തന്നത്. നിങ്ങളുടെ ഗ്രാമീണ ബാങ്കിൽ അക്കൗണ്ടിലേക്കാണ് ഹക്കീം പഴയന്നൂർ എന്ന് പറയുന്ന ചാരിറ്റിയിൽ ഏറ്റവും വലിയ തട്ടിപ്പുകാരൻ 15,000 രൂപ നിങ്ങൾക്ക് അയച്ചു തന്നത്, അല്ലേ? ആ 15,000 രൂപ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് അയച്ചത്. ഏത് ബാങ്ക്? ഗ്രാമീണ ബാങ്ക്. ഈ ചാരിറ്റിയിലെ കള്ളനെയും പെൺവാണിഫക്കാരനെയും കൂട്ടിക്കൊടുപ്പുകാരനെയും ഒക്കെ നിങ്ങളല്ലാതെ ആരെങ്കിലും ഒക്കെ ബന്ധപ്പെടുമോ? നമുക്ക് അത്രത്തോളം അറിവില്ലായിരുന്നു. നിങ്ങൾക്കറിയില്ലായിരുന്നു? ഇവൻ നിങ്ങളോട് വന്ന് പറഞ്ഞതും പഞ്ചായത്തിന്റെ ആൾക്കാരോടൊക്കെ സംസാരിച്ചതും ശുദ്ധ തട്ടിപ്പല്ലായിരുന്നോ? തീർച്ചയായിട്ടും തട്ടിപ്പായിരുന്നു. ഇപ്പോഴാണ് ബോധ്യമാവുന്നത് നമുക്ക്. നിങ്ങൾക്ക് വെറും നിസ്സാരപ്പെട്ട ലക്ഷക്കണക്കിന് രൂപ പിരിഞ്ഞു കിട്ടിയിട്ട് ഇപ്പോഴും അതിൽ ഫണ്ട് പിരിവ് നടക്കുന്നുണ്ടല്ലോ. ഇപ്പോഴും നിങ്ങളുടെ വീഡിയോയും ചാരിറ്റി ട്രസ്റ്റിന്റെ അക്കൗണ്ട് നമ്പരും ഹക്കീമിന്റെ അക്കൗണ്ട് നമ്പരും ഗൂഗിൾ പേയും കൊടുത്ത് ഇപ്പോഴും അതിൽ പിരിവ് നടക്കുന്നുണ്ടല്ലോ. ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, വിളിച്ച് പറയുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പൈസ ഒന്നും വരുന്നില്ല, അപ്പൊ ഞങ്ങൾ പൈസ അയക്കുന്നുണ്ട്, അപ്പൊ അന്വേഷിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് വെറും തുച്ഛമായ 15,000 രൂപയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്, അല്ലേ? അപ്പോ ഹക്കീം നിങ്ങളെ ചതിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും. പറ്റിക്കുകയായിരുന്നു. തീർച്ചയായിട്ടും ചതിക്കുകയായിരുന്നു. തട്ടിക്കുകയായിരുന്നു. വെട്ടിപ്പ് നടത്തുകയായിരുന്നു. ലക്ഷക്കണക്കിന് രൂപ നിങ്ങളുടെ ഭാര്യയെ കണ്ടുകൊണ്ട്, പാവപ്പെട്ട ആ രോഗിയെ കണ്ടുകൊണ്ട് ആൾക്കാർ അയച്ചപ്പോൾ ആ പൈസ ഹക്കീം തിന്നുകയായിരുന്നു.
നിങ്ങൾ പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കുമായിരുന്നു ഹക്കീം? ഫോൺ എടുക്കത്തില്ല. ഒരു 15 ദിവസം കഴിഞ്ഞ ഫോൺ എടുത്തിട്ടേ ഇല്ല. നിങ്ങൾ വിളിച്ചാൽ പിന്നെ ഹക്കീം ഫോൺ എടുക്കൂല. അപ്പോൾ ഹക്കീം ഫോൺ എടുക്കാത്തത് കൊണ്ടും നിങ്ങൾക്ക് കൃത്യമായ വിവരങ്ങൾ അറിയാത്തത് കൊണ്ടുമാണ് നിങ്ങൾ തിരുവനന്തപുരത്ത് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നിട്ട് DGPക്ക് പരാതി കൊടുക്കാൻ തയ്യാറായത്. അതെ, തീർച്ചയായിട്ടും അതാണ്. അല്ലേ? അതെ. നിങ്ങൾക്ക് നീതിയാണ് ആവശ്യം. അതെ, അല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നീതി ആവശ്യം. നിങ്ങൾ ഈ കാര്യം നിങ്ങളെ ഹക്കീമുമായി ബന്ധപ്പെടുത്തിയ നിങ്ങളുടെ ബന്ധു എന്ന് പറയുന്ന നിങ്ങളുടെ ഭാര്യയുടെ മാമി ആ ആന്റിയെ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. അപ്പൊ അവരെന്താണ് പറയുന്നത്? അവര് പറഞ്ഞത് അവര് ഇതിനകത്ത് ഉടായ്പ കൊണ്ട് നിൽക്കുവാണ്. അവരും ഉടായ്പാണോ? അവരും ഹക്കീമും കൂടെ ചേർന്നുള്ള ഉടായ്പാണോ? ഹക്കീം ലോക ഉടായ്പാണ്. ഹക്കീം ചതിയനാണ്, തട്ടിപ്പുകാരനാണ് എന്നുള്ളത് കേരളത്തിലെ ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയാം. സാധാരണക്കാരായ നിങ്ങളെപ്പോലുള്ള കുറച്ച് പാവങ്ങൾക്ക് മാത്രമേ അറിയാതെയുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഹക്കീം ആരാണെന്ന്? തീർച്ചയായിട്ടും മനസ്സിലായി. ഹക്കീം തട്ടിപ്പുകാരനാണെന്ന് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഹക്കീം വെട്ടിപ്പുകാരനാണെന്ന് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. ഹക്കീം തന്തയില്ലാത്തരം മാത്രമാണ് ചെയ്യുന്നതെന്ന് ഇപ്പൊ മനസ്സിലായോ? മനസ്സിലായി. കൃത്യമായിട്ടും നിങ്ങൾക്ക് അർഹതയുള്ള നിങ്ങളുടെ ആനുകൂല്യം നിങ്ങൾക്ക് കിട്ടിയ പൈസ തരാതെ നിങ്ങളെ ചതിക്കുകയായിരുന്നു. അതെ, തീർച്ചയായിട്ടും. എന്നിട്ട് ഹക്കീം ബാക്കിയുള്ള കേരളത്തിലെ ചാരിറ്റി പ്രവർത്തകരെ കള്ളനും കൊള്ളക്കാരനുമാക്കി ചിത്രീകരിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കില്ല. നിങ്ങൾക്ക് ഒരുപക്ഷെ വാട്സപ്പും മൊബൈലും ഫേസ്ബുക്കും ഒന്നുമുള്ള ഫോണും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒന്നും അറിയത്തില്ലായിരിക്കാം. ഹക്കീം എന്ന് പറയുന്നത് ലോക ഫ്രോഡാണ്. അവൻ സ്വന്തം ഭാര്യയും മക്കളെയും പോലും സംരക്ഷിക്കാത്തവനാണ്. നിങ്ങൾക്കത് അറിയത്തില്ല. ഞാൻ പറയാം. സ്വന്തം 5 വയസ്സായ കുഞ്ഞിനെ തറയിലടിച്ച് കൊല്ലാൻ ശ്രമിച്ചവനാണ്. 12 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ ഒരു മൂത്ത മകളെ കൊന്നവനാണ്. അവന്റെ വാപ്പ എന്ന് പറയുന്നത് ലീഗലി പേരൊക്കെ ഉള്ളത് ഇസ്മായിൽ എന്ന് പറയുന്ന ആളാണ്. ആ ഇസ്മായിൽ എന്ന് പറയുന്ന ആളിന്റെ തലയെ അടിച്ചു പൊട്ടിച്ചവനാണ്. നിങ്ങൾക്കിതൊന്നും അറിയത്തില്ല. നിങ്ങൾ വെറും പാവങ്ങളാണ്. നിങ്ങളുടെ ഭാര്യയെ കണ്ടുകൊണ്ട് ആ കാല് വിരൽ മുറിച്ചല്ലേ ഭാര്യയുടെ? ആ വിരൽ മുറിച്ച സഹോദരിയെ കണ്ടുകൊണ്ടാണ് പാവങ്ങളായ ആൾക്കാർ പൈസ അയച്ചു കൊടുത്തത്. അതിനെ ഹക്കീം കൊണ്ടുപോയി പെണ്ടാട്ടിക്ക് ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്ത് മക്കൾക്ക് ആഹാരവും വാങ്ങിച്ചു കൊടുത്ത് അടിപൊളിയായിട്ട് ജീവിക്കുകയാണ്. നിങ്ങൾക്ക് നീതി വേണം. തീർച്ചയായിട്ടും. അതിനുള്ള പരാതി കൊടുക്കാനല്ലേ ഇന്ന് നിങ്ങൾ തിരുവനന്തപുരത്ത് DGP ഓഫീസിലെത്തിയിരിക്കുന്നത്? ഓഫീസിലെത്തി പരാതി കൊടുത്തു. പരാതി കൊടുത്തല്ലോ? കൊടുത്തു. DGPയെ നേരിട്ട് കണ്ടോ? ഓഫീസിൽ ചെന്ന് കണ്ടു പരാതി കൊടുത്തു. DGPയെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞോ? പറഞ്ഞു. കാര്യങ്ങൾ ഉചിതമായി നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞോ? പറഞ്ഞു. അപ്പോ ഇതിൽ നിങ്ങൾക്ക് ആവശ്യം നീതിയാണ്. അതെ, തീർച്ചയായും. നിങ്ങൾക്ക് തിരിച്ച് ഈ ഹക്കീം പഴയന്നൂർ പിരിച്ച പൈസ കിട്ടിയില്ലെങ്കിലും ഇതുപോലുള്ള പാവങ്ങൾ ഇനിയും ചതിയിൽ വീഴരുത് എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. അതെ, എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണ് പറയുന്നത്. ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ലോകത്തുള്ള ഒരു കുഞ്ഞുങ്ങൾക്ക് ഇതൊരു അബദ്ധം പറ്റരുത്. എന്റെ ഭാര്യ ഇപ്പോഴും അവൻ തന്തയില്ലായ്മ മാത്രമേ കാണിക്കുള്ളൂ. നിങ്ങൾ ഇനി എത്ര കരഞ്ഞ് നിലവിളിച്ചാലും ഹക്കീം പഴയന്നൂർ എന്ന് പറയുന്നവൻ തന്തയില്ലായ്മ മാത്രമേ കാണിക്കുള്ളൂ. നിങ്ങൾ ഇനി എത്ര കരഞ്ഞാലും അവൻ എത്ര തട്ടിപ്പ് നടത്തിയെന്ന് പൊതുസമൂഹത്തോട് പറഞ്ഞാലും അവൻ വീണ്ടും തട്ടിപ്പ് മാത്രമേ നടത്തുള്ളൂ. കാരണം അവന്റെ രക്തത്തിൽ തന്തയില്ലാത്ത പ്രവർത്തനങ്ങളും തന്തയില്ലായ്മയും ചെറ്റത്തരവും ചതിയും മാത്രമായിപ്പോയി. ഇല്ലെങ്കിൽ നിങ്ങളടുത്ത് പറഞ്ഞിട്ടല്ലേ നിങ്ങൾ കമ്മിറ്റി രൂപീകരിച്ചത്? നിങ്ങളടുത്ത് 2 മാസം മുന്നേ വീഡിയോ ഇടുന്നതിന് 2 മാസം മുന്നേ ഹക്കീം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ പഞ്ചായത്ത് മെമ്പറെയും പ്രസിഡന്റിനെയും ഉൾപ്പെടുത്തി ചികിത്സാ കമ്മിറ്റി രൂപീകരിച്ചത്? ഹക്കീം പറഞ്ഞിട്ടല്ലേ നിങ്ങൾ ജോയിന്റ് അക്കൗണ്ട് എടുത്തത്? എന്നിട്ട് പോലും ഹക്കീം ആ ജോയിന്റ് അക്കൗണ്ട് കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഹക്കീമിന്റെ ട്രസ്റ്റിന്റെ നമ്പറിലും ഗൂഗിളിന്റെ നമ്പറിലുമാണ് അത് പൈസ പിരിക്കുന്നത്. നിങ്ങൾ കരഞ്ഞു പറഞ്ഞതിന്റെ പേരിൽ വെറും 15,000 രൂപയാണ് നിങ്ങൾക്ക് തന്നത്, അല്ലേ? വെറും 15,000 രൂപ. അതും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. ഇനിയെങ്കിലും നിങ്ങൾ ഹക്കീമിന് വേണ്ടി സംസാരിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. വീണ്ടും ഞാൻ ആവർത്തിച്ചു പറയുന്നു, തന്തയില്ലാത്ത ഒരു പ്രവൃത്തിയാണ്. തന്തയില്ലാത്തവനെന്ന് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം അവന്റെ ചേട്ടനും സഹോദരിമാരുമൊക്കെ എന്റെ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്നവരും സംസാരിക്കുന്നവരുമൊക്കെയാണ്. അപ്പൊ അവന്റെ ഉമ്മായെയും കൂടി അതൊരു പേരുദോഷം ഉണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ തന്തയില്ലാത്തവൻ എന്ന് പറയുന്നില്ല, തന്തയില്ലായ്മ കാണിക്കുന്നവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിങ്ങളോട് കാണിച്ച ചതി ഇനി പൊതുസമൂഹത്തിൽ അവൻ കാണിക്കാതിരിക്കുവാൻ നിങ്ങൾക്ക് പൊതുസമൂഹത്തോട് എന്താണ് പറയേണ്ടത്? ഇത് ഇങ്ങനൊരു അവസ്ഥ വേറെ ആർക്കും വരരുത്. ഹക്കീം എവിടെ വന്നു കഴിഞ്ഞാൽ അവനെ കല്ലെറിഞ്ഞ് ഓടിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. ഇങ്ങനെയുള്ള ചതിയിൽ ആരും ചെന്ന് വിടരുത്. ഞങ്ങൾക്ക് വന്ന അബദ്ധം വേറെ ആരും വരരുത് എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞാൻ തരാൻ തയ്യാറാണ്. പായിച്ചുറ നവാസ് എന്ന് പറയുന്ന ഞാൻ തരാൻ തയ്യാറാണ്. നിങ്ങൾ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും. അതെ. ഈ ഹക്കീം പഴയന്നൂർ എന്ന് പറയുന്ന തന്തയില്ലാത്ത തെമ്മാടിത്തരം കാണിക്കുന്നവൻ നിരവധിയായ കുടുംബങ്ങളെ അനാഥമാക്കുകയും നിരവധിയായ കുടുംബങ്ങളുടെ പേര് പറഞ്ഞ്, രോഗികളുടെ പേര് പറഞ്ഞ് സ്വന്തം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും
സ്വന്തം ഗൂഗിൾ പേ നമ്പറും കൊടുത്തുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് പേടിച്ചുകൊണ്ടാണ്, ഭയപ്പെട്ടുകൊണ്ടാണ് ആരും പരാതി കൊടുക്കാതെ നിൽക്കുന്നത്. അങ്ങനെ ചതിയിൽപ്പെട്ടവർ, അങ്ങനെ വഞ്ചിക്കപ്പെട്ടവർ, അങ്ങനെ മടിച്ചു നിൽക്കാതെ നിങ്ങൾ പായിച്ചിറ നവാസ് എന്ന എന്നെ ബന്ധപ്പെടുകയാണെങ്കിൽ നിയമപരമായുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരികയും സൗജന്യമായി തന്നെ ചെയ്തു തരികയും ഇത് പുറം സമൂഹത്തെ, പുറം ലോകത്തെ എത്തിക്കുക എന്നുള്ളതുമാണ് നമ്മുടെ ലക്ഷ്യം. ഹക്കീം പഴയന്നൂർ കള്ളനായ, ചാരിറ്റി തട്ടിപ്പ് കള്ളനായ, തെമ്മാടിയായ, തന്തയില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഹക്കീമെ, പാഠം 1 അപ്പുക്കുട്ടനും പട്ടിക്കുട്ടിയും നീ കണക്ക് കൂട്ടിക്കോ. ഹക്കീമെ, പാഠം 1 നിനക്കുള്ള പാഠം 1 അപ്പുക്കുട്ടനും പട്ടിക്കുട്ടിയും എന്ന് പറയുന്നത് പോലെ ഹക്കീം പഴയന്നൂരും ചാരിറ്റി തട്ടിപ്പിന്റെയും കഥ ഓരോന്നോരോന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. വിശദമായി നമുക്ക് പിന്നീട് കാണാം, സംസാരിക്കാം. ഇനി ചേട്ടൻ എന്തെങ്കിലും പറയാനോടെ പറയും. ഇല്ല, ഇനി പ്രത്യേകിച്ച് പറയാനില്ല, ഇത്രയേ ഉള്ളൂ. എനിക്ക് ഇനി വാക്കുകൾ വരുന്നില്ല. അത്രത്തോളം ഓക്കെ, അത്രത്തോളം വിഷമമുണ്ട്. വാക്കുകൾ വരുന്നില്ല. വിഷമിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, എന്തായാലും നമുക്ക് നിയമപരമായിട്ട് തന്നെ നോക്കാം.